ഇനി ഞാൻ ഇനി ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈ ദൈർഘ്യമുള്ള ഈ ലൈവ് ഞാൻ ചെയ്യുമ്പോൾ മോള് മിടുക്കത്തിയാണെന്ന് എനിക്കറിയാം, ബുദ്ധിയുള്ള കുട്ടിയാണ്. അപ്പോഴെന്ത് ചെയ്യും മോള് അതിൽ നിന്നും ആ, മോൾക്ക് ഇഷ്ടമുള്ള എല്ലാം ഞാൻ പറയുന്നതല്ലേ ഇമ്പോർട്ടൻ്റ് ആണ്. മോൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെറിയത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ എല്ലാ ചാനലിലേക്കും ഇടുന്ന പാകത്തിൽ എനിക്ക് അയച്ചു തരണം കേട്ടോ. ചെറിയ ചെറിയ പീസ് കട്ടിങ് ഇല്ലേ, ട്രോളന്മാരെടുത്തുകൊണ്ട് പോയി തെറി വാക്കുകളും, അതായത് പൈങ്കിളി വാക്കുകൾ, ചപലമായ വാക്കുകൾ, പൈങ്കിളി വാക്കുകൾ, തെറി വാക്കുകൾ അതെടുത്ത് ഇട്ട് വരുമാനമുണ്ടാക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇത്തിരിയും കൂടെ തീവ്രതയേറിയതും കഠിനമുള്ളതും ആളുകളുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതും വളരെ തീവ്രമായി ഹൃദയത്തെ കോർത്തു വലിക്കുന്നതുമായിട്ടുള്ള ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങളെ എടുത്ത് നമുക്ക് നമ്മുടെ ചാനലുകളിൽ ഇടാം. അത് മോളുടെ ചാനലും ഇട്ടോളും, എൻ്റെ ചാനലിലും ഞാനിടും. അപ്പോൾ അതിലൂടെയാണ് നമുക്ക് വരുമാനം ഉണ്ടാകുന്നത്. അതിനെ ആത്മീയപരമായിട്ട് അതിനെ നമ്മുടെ അസ്തിത്വബോധം, അതാണ് നമ്മുടെ അസ്തിത്വബോധം. നമ്മളെന്താണ്, ഓരോ മനുഷ്യൻ്റെ ഉള്ളിലുള്ള പോസിറ്റിവിറ്റിയെ ഉണർത്തുവാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് ട്രോളന്മാർക്കറിയില്ല. അവർക്ക് എങ്ങനെയെങ്കിലും എൻ്റെ വീട്ടിൽ നിന്നും തെരുവാക്കുകൾ എടുത്തുകൊണ്ട് പോകണം, അതിട്ട് ഫോളോവേഴ്സിനെ ഉണ്ടാക്കണം. കുറേ പൊട്ടന്മാർ കൊണ്ടുവന്ന് സ്മൈലി, പൊട്ടത്തരം പോലെ അവിടെ വന്ന് ഇങ്ങനെ തൊലിച്ചുകൊണ്ടിരുന്ന സ്മൈലികളിടും. പൊട്ടന്മാരാ, വട്ടന്മാരാ. അപ്പോൾ നമുക്കതല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് എൻ്റെ തീവ്രമായ ജീവിതത്തെ, അതിനെ നമുക്ക് പരസ്യപ്പെടുത്തുക, പ്രചരിപ്പിക്കുക. മനസ്സിലായി? ഇത് ഞാൻ കാലങ്ങൾ കൊണ്ടേ പറയുന്ന കാര്യമായിരുന്നു. ചിരി വരുന്നെന്ന്. ഈ പൊട്ടനെ എടുത്ത് കളയട്ടെ.